അമേരിക്കയുടെ അധികത്തീരുവ മുഷ്കിന് മുന്നിൽ വഴങ്ങാതെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം ചേർന്ന് ഇന്ത്യ പുതിയ വഴികൾ തേടിയതിനു ശേഷം ആദ്യമായി ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം വന്നു. നരേന്ദ്രമോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ചാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത്. അവർ ഇരുണ്ട ചൈനയ്ക്കൊപ്പം കൂടിയിരിക്കുന്നു. 3 പേർക്കും സുദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് ട്രംപിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം. ട്രംപിന്റെ പരിഹാസം എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ പ്രതികരണത്തെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് പരിഹാസമാണോ അതോ ഭീഷണിയാണോ എന്നതാണ് നിർണായകമായ ചോദ്യം. ഈ വിഷയമാണ് ന്യൂസ് ഡീകോഡ് ആദ്യം പരിശോധിക്കുന്നത്. ട്രംപിന്റെ പരിഹാസം നൽകുന്ന സൂചന എന്താണ് എന്നതാണ് ചോദ്യം. എന്നുവെച്ചാൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ റഷ്യയും ഇന്ത്യയും നമുക്ക് നഷ്ടമായിരിക്കുന്നു. അവർ ഇരുണ്ട ചൈനയ്ക്കൊപ്പം കൂടിയിരിക്കുന്നു. സുദീർഘവും സമൃദ്ധവുമായ ഭാവി അവർക്ക് നേരുന്നു എന്നതാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്. ആ പോസ്റ്റിനുള്ളിൽ എങ്ങനെ ആ പോസ്റ്റിന്റെ ഉള്ളടക്കത്തെ എങ്ങനെ വായിക്കണം? അതിനകത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ടോ അതോ പരിഹാസം മാത്രമായി കണ്ടാൽ മതിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ആ പോസ്റ്റ് നൽകുന്ന അതിന്റെ ഉള്ളടക്കം നൽകുന്ന സൂചനകളെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയും റഷ്യയും നഷ്ടമായി എന്ന് ട്രംപ് ആ പോസ്റ്റിൽ സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും നഷ്ടമായി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നഷ്ടവേദനയുണ്ട്, ഒരു നിരാശയുണ്ട്, അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുതുതായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യക്കെതിരെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ അമിത തീരുവ പ്രഖ്യാപിച്ച് വലിയ വിവാദമുണ്ടായതാണ്. ഇന്ത്യക്കെതിരെയും ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി. അത് ഇന്ത്യ പക്ഷേ അതിന് മുഷ്കിന് മുന്നിൽ, ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ പുതിയ മേഖലകൾ, പുതിയ സാധ്യതകൾ ആരായുകയാണ് ഇന്ത്യ ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയും റഷ്യയും നഷ്ടമായി എന്നുള്ളൊരു നഷ്ടവേദന ആ പോസ്റ്റിലുണ്ട് എന്നത് എടുത്തു കാണേണ്ട സംഗതിയാണ്. നിഗൂഢ ഇരുണ്ട ചൈനക്കൊപ്പം അവർ ചേർന്നു എന്ന് വലിയ നിരാശയോടുകൂടി ട്രംപ് പറയുന്നതായും ആ പോസ്റ്റിനെ ആ നിലയ്ക്ക് കൂടി എടുക്കണം. എന്ന് വെച്ചാൽ ചൈന എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അവരുടെ ആഗോള മേധാവിത്വത്തിന്, സാമ്പത്തിക മേഖലയിലെ മേധാവിത്വത്തിന് എല്ലാ തരത്തിലും ചൈന പുതിയ കാലങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയുമായി നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ചൈനയെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ചൈനയെ എങ്ങനെ മറികടക്കാൻ കഴിയും, അല്ലെങ്കിൽ ചൈനയിലെ വെല്ലുവിളി എങ്ങനെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമെന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ഈ ട്രംപിന്റെ മുന്നേയുള്ള ഭരണകൂടങ്ങളൊക്കെ ഇന്ത്യയെ ഒപ്പം നിർത്തിയും റഷ്യയെ ഒപ്പം നിർത്തിയും ഒക്കെയാണ് അതിനുള്ള പ്രതിവിധികൾ തേടിയിരുന്നത്. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ഒക്കെ പിണക്കിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒരു വലിയ നിരാശയോ ദുഃഖമോ ഒക്കെ ആയി ട്രംപിന് മാറിയിട്ടുണ്ടെന്ന് കൂടി കാണണം. യുഎസിന്റെ തന്ത്രപരമായ പാളിച്ചയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ഇന്ത്യയും ഒപ്പം റഷ്യയെയും പിണക്കിയിരിക്കുന്നു. റഷ്യയെ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്മാറ്റിക്കൊണ്ട് റഷ്യയുമായി ഒരു തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പാക്കാനൊക്കെ ട്രംപ് നേരത്തെ ശ്രമിക്കുന്ന നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ പാളിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിലായി ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് നരേന്ദ്രമോദിയും പുടിനും ഷീ ജിൻപിങ്ങും ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യം ചെറിയ തോതിലൊന്നുമല്ല ട്രംപിനെ നിരാശപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി എന്താണ് ഇന്ത്യയുടെ നീക്കം? ഈ പുതിയ സഖ്യത്തിന്റെ നീക്കം, ഇതിനെ മറികടക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ ട്രംപിന്റെ മുന്നിൽ എന്തെല്ലാം വഴികളുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബ്രിക്സ് ഉച്ചകോടി പുതുതായി ചേരുന്നത് ഈ അമിത തീരുവ, അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ അധിക ചുങ്കത്തെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ബ്രിക്സ് ഉച്ചകോടിയിൽ. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യക്ക് ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഈ നീക്കങ്ങളെ കാണുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബിക്കോസ് സുഹൈൽ കൂടി ന്യൂസ് ഡെസ്കിൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഈ ട്രംപിന്റെ ഏറ്റവും പുതിയ പോസ്റ്റിനെ കേവല പരിഹാസമായി മാത്രമാണോ കാണുന്നതോ അതിനകത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അത് മുന്നോട്ട് വെക്കുന്ന സൂചന? ഇഫുദ്ദീൻ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം ഒരു പരിഹാസം മാത്രമല്ല, വ്യംഗ്യമായ ഒരു ഭീഷണി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ മാത്രമല്ല കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഇന്ത്യ ചൈനയോടും റഷ്യയോടും അടുക്കുമ്പോഴും ഇന്ത്യയുടെ ട്രംപ് ഉയർത്തുന്ന ഭീഷണികളെ ആ തരത്തിൽ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ പരിഹരിക്കാനും ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. അത് ഒട്ടും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതി ചെയ്യുന്ന ബില്യൺ കണക്കിന് ഡോളറിൻ്റെ വസ്തുക്കൾ അത് റഷ്യയും ചൈനയും വാങ്ങില്ല. മറിച്ച് പകരം സംവിധാനങ്ങൾ നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഇന്ത്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രം അത് പുറത്തെടുക്കുകയാണ്. ചെറിയ സമ്മർദ്ദം കൊണ്ട് ഇന്ത്യ വഴങ്ങില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം.
അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായ സമ്മർദ്ദങ്ങളും അതേപോലെ തന്നെ പ്രകോപനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ട്രംപ് വിചാരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ചില സാധനങ്ങൾക്ക് മാത്രമാണ് ഈ അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു സാധന സാമഗ്രികൾക്ക്, പ്രത്യേകിച്ചും ഫാർമസ്യൂട്ടിക്കൽസ്, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മരുന്നുകളുടെ ഒരു ഹബ്ബാണ്. അതേപോലെ തന്നെ IT സർവീസ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഈ തരത്തിലുള്ള തീരുവകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ടെക്സ്റ്റൈൽസ്, വജ്രായുധങ്ങൾ, അതേപോലെ തന്നെ മറ്റു ചില ഉൽപ്പന്നങ്ങൾ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിടുന്നത്. അതിന് പുതിയ വിപണികൾ കണ്ടെത്തണം. അപ്പോഴേക്ക് മറ്റു ചില ഉൽപ്പന്നങ്ങൾ ഏത് സമയവും ട്രംപിന് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്താം. അതിന് പകരമുള്ള മറ്റു വിപണികൾ കണ്ടെത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് യൂറോപ്പിനൊക്കെയാണ് കാണുന്നത്. പക്ഷേ യൂറോപ്പ് അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് എന്ന് നമുക്കറിയാം. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മുകളിൽ വലിയ ഒരു വാൾ തന്നെയാണ് നിൽക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. മറുഭാഗത്ത് US തന്നെ ഈ തരത്തിൽ ഇന്ത്യയെ പിണക്കേണ്ടതില്ല എന്ന് ഡിപ്ലോമാറ്റിക്കായി കരുതുന്ന ചില ആളുകൾ കൂടിയുണ്ട്. അത്തരം പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് അബദ്ധമാണ് എന്ന് കരുതുന്ന കോളമിസ്റ്റുകളും രാഷ്ട്രീയ പ്രവർത്തകരും അമേരിക്കയിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ട്രംപിന് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഉപദേഷ്ടാവ് നവാര പറയുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് സന്നദ്ധമാകേണ്ടതില്ല, ഇന്ത്യ വഴങ്ങും എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് നവാരയുടെ പ്രസ്താവനകൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇന്ത്യയും US തമ്മിൽ നല്ല നിലയിൽ തന്നെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ അതിന് ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാവരുത് എന്നുകൂടി ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ശരി, സുഹൈലിന്റെ നിരീക്ഷണം വെച്ച് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും പുതുതായി വന്ന ട്രംപിന്റെ പ്രതികരണത്തെ കേവല പരിഹാസമായി മാത്രം കണ്ടാൽ പോരാ, അത് ഭീഷണിയായി തന്നെ കാണണം. ഇപ്പോഴും US-ന്റെ താല്പര്യങ്ങളെ മറികടന്ന് ചൈനയുമായും റഷ്യയുമായും കൂട്ടുപിടിച്ച് അങ്ങനെ എളുപ്പത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു സമ്മർദ്ദ വാൾ, അമേരിക്കയുടെ കയ്യിൽ നിന്നുള്ളൊരു സമ്മർദ്ദത്തിന്റെ വാൾ ഇപ്പോഴും ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടി കിടപ്പുണ്ട്. അതിനെങ്ങനെയായിരിക്കും ഇന്ത്യ ഭാവിയിൽ നേരിടാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്.